ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീ മഹാദേവേ നമ. ഇനി 37-ാമത്തെ അധ്യായത്തിൽ ഭക്തിയുടെ മഹിമയാണ് വർണ്ണിക്കുന്നത്. അംബികയെ, വിരക്തി വരാത്ത മധ്യമ പുരുഷന് അവിടുത്തെ ജ്ഞാനം എളുപ്പം കരസ്ഥമാക്കാനുള്ള ഭക്തിമാർഗം പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ മോക്ഷപ്രാപ്തിക്ക് 3 ഉപായങ്ങളുണ്ടെന്ന് പ്രസിദ്ധമാണല്ലോ. ഒന്ന് കർമ്മയോഗം, ഒന്ന് ജ്ഞാനയോഗം, ഒന്ന് ഭക്തിയോഗം. 3ലും വെച്ച് സുലഭമായത് ഭക്തിയോഗമാണ്. അത് മനസ്സുകൊണ്ട് എളുപ്പം അനുഷ്ഠിക്കാവുന്ന കാര്യമാണ് താനും. അതുകൊണ്ട് തന്നെ ദേഹത്തിന്റെയോ മനസ്സിന്റെയോ പീഡയില്ലാതെ ചെയ്യുകയും ആവാം. മനുഷ്യരുടെ ഗുണഭേദത്തിനനുസരിച്ച് ഭക്തിയും 3 വിധത്തിലുണ്ട്. അഹങ്കാരത്തോടുകൂടി മതമാത്സര്യത്തോടെ പരദ്രോഹം ചെയ്യുന്നവന്റെ ഭക്തിക്ക് താമസീ ഭക്തി എന്ന് പറയുന്നു. പരപീഡ കൂടാതെ സ്വന്തം ഐശ്വര്യത്തിനു വേണ്ടി സകാമനായി കീർത്തിക്കും ഭോഗസുഖത്തിനും വേണ്ടിയും താനും ഈശ്വരനും വേറെയാണെന്ന് കരുതി ഭജിക്കുന്നവന്റെ ഭക്തി രാജസീ ഭക്തിയുമാണ്. ഇനി തന്റെ പാപങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങൾ വേദം മനഃശാസിക്കുന്ന വിധത്തിൽ അനുഷ്ഠിക്കണം. ഇനി ഭേദബുദ്ധി ഉണ്ടെങ്കിലും എന്റെ പ്രീതിക്കായി പ്രവർത്തിക്കുന്നവന്റെ ഭക്തി സാത്വികീ ഭക്തിയാണ്. ഒന്നും ആഗ്രഹിക്കാതെ എന്താണ് വേണ്ടത്? ഭഗവാനിലേക്ക് ലയിക്കണം, അല്ലെ ഭഗവതിലേക്ക് ലയിക്കണം എന്നുള്ള ഭാവത്തിൽ ഉണ്ടാവുന്ന ഭക്തി സാത്വികീ ഭക്തിയാണ് എന്ന് പറയുന്നു. മുമ്പേ പറഞ്ഞ താമസഭക്തിയും രാജസഭക്തിയും ഭേദബുദ്ധിയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് ശരിയായ ഫലം ലഭിക്കുകയില്ല. ഇനി ആ പരാഭക്തിയെ പറ്റി പറയാം. എന്റെ ഗുണങ്ങളെ ശ്രവണം ചെയ്തും സ്തുതിച്ചും സഗുണാകാരമായ എന്നിൽ തൈലധാര പോലെ മുഴുകി മനസ്സ് പൂർണ്ണമായി അർപ്പിക്കുന്നവൻ, ഒരു ചിന്തയും കൂടാതെ സാമീപ്യ സാഷ്ഠി സാലോക്യ സായുജ്യവും കൂടി മോഹിക്കാതെ എന്നെ സേവിക്കുക എന്ന ഉദ്ദേശം മാത്രം ലക്ഷ്യമാക്കി ദാസ്യഭാവത്തിൽ മോക്ഷേച്ഛ പോലുമില്ലാതെ പരമപ്രേമത്തോടെ എന്നെ തന്നെ ധ്യാനിക്കുകയും ദ്വൈതഭാവമില്ലാതെ എല്ലാം ഒന്നാണ് എന്നുള്ള ഭാവത്തോടെ, 2 എന്നുള്ള ഭാവമില്ല, അതാണ് ദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന്. സർവ്വജീവജാലങ്ങളിലും ഈശ്വരനെ മാത്രം കാണുന്നവനുമായിരിക്കണം. ചണ്ടാളനിലും ഉന്നത കുലജാതനായ ബ്രാഹ്മണനിലും ഈശ്വര ചൈതന്യത്തെ മാത്രം കാണുന്നവനുമായിരിക്കണം എന്റെ ഭക്തൻ. എല്ലാം ഇനി അത് ബ്രാഹ്മണനാണെങ്കിൽ ചണ്ടാളനാണെന്നുള്ള ഭാവം പറ്റൂല എന്ന് പറയുന്നത്. ആരെയും ദ്രോഹിക്കാത്തവനും എന്റെ ഭക്തരെയും പ്രതിഷ്ഠകളെയും എന്റെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ശാസ്ത്ര പഠനം ചെയ്യുന്നവനും ആയിരിക്കണം. എന്റെ സ്മരണ മാത്രയിൽ പുളകം കൊള്ളുകയും ഭക്തി കൊണ്ട് കണ്ണീർ വാർത്ത് ഗദ്ഗതകണ്ഠനായി എന്നെ സ്തുതിക്കുകയും പൂജിക്കുകയും ചെയ്ത് മറ്റൊന്നിലും ചിന്തയില്ലാതെ എന്റെ വ്രതങ്ങളെ എടുത്ത് ധനമോഹമില്ലാതെ കഴിയുന്നവനും ആയിരിക്കണം. അല്ലെ ദേവീനെ സ്തുതിച്ചാൽ കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഭാവത്തിൽ ഇല്ലവൻ വേണ്ട. ദേവിയല്ലാതെ മറ്റൊരു വസ്തുവുമില്ല എന്ന് കരുതി ആ വസ്തുക്കളിലൊക്കെ എന്നെ കാണുകയും ചെയ്യുന്ന എന്റെ ഭക്തി പരാഭക്തിയാണ്. അവൻ എനിക്ക് എന്നിൽ വിലയിക്കുകയും ചെയ്യും എന്ന് പറയണം. ഏറ്റവും വലിയ ഭക്തി ജ്ഞാനം തന്നെയാണ്. വൈരാഗ്യവും ജ്ഞാനവും കൈവന്നാൽ ജ്ഞാനസിദ്ധി നേടാം. ഇനി പ്രാരബ്ധം കൊണ്ട് ജ്ഞാനമില്ലെങ്കിലും തർക്കടില്ല. ഭക്തി ഉണ്ടെങ്കിൽ മണിദ്വീപത്തിലെത്താം. അവിടെ വന്ന് ഭോഗങ്ങളെല്ലാം ഭുജിച്ച് അവസാനം ആത്മജ്ഞാനവും നേടാം. ജ്ഞാനം കൂടാതെ മുക്തി കൈവരികയില്ല. തന്നിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യം ദേവി തന്നെയാണെന്ന് കരുതുന്നവന് മരണമില്ല. കണ്ഠത്തിലെ മാല കാണാൻ പറ്റാത്തതുപോലെ ബ്രഹ്മം അജ്ഞാനം കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ്. ജ്ഞാനം ഉദിക്കുമ്പോൾ അജ്ഞാനം മാഞ്ഞു പോകും. ശരിയായ ജ്ഞാനം വരുമ്പോൾ ഉള്ളതുപോലെ കാണാൻ സാധിക്കുകയും ചെയ്യും. ആത്മാവിൽ ഞാൻ കണ്ണാടി പോലെ നിൽക്കുകയാണ്. വിദിതാവിദിതങ്ങൾക്കും അപ്പുറത്തായി ഞാൻ നിൽക്കുന്നു. വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെയും ഭൂമിയിൽ വെയിലോ നിഴലോ പോലെ ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുകയാണ് ഞാൻ. വിരക്തനായ ഒരാൾ ജ്ഞാനം നേടാതെ മരിക്കുകയാണെങ്കിലും അവൻ കൽപ്പാവസാനം വരെ ബ്രഹ്മലോകത്തിൽ വസിക്കും. ഐശ്വര്യമുള്ളവന്റെ ഗൃഹത്തിൽ വന്ന് ജനിച്ചവൻ സാധനകൾ അനുഷ്ഠിച്ച് ജ്ഞാനിയായി തീരുകയും ചെയ്യും. പിന്നെന്താ വേണ്ടത്? അനവധി ജന്മങ്ങൾ കൊണ്ടേ ജ്ഞാനിയാവാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രയത്നം ചെയ്തും ജ്ഞാനം നേടിയെടുക്കണം. ജ്ഞാനം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്നാ പറയുന്നത്. ഈ മനുഷ്യജന്മം തന്നെ ദുർലഭമാണ്. ക്ഷമാദി ഷഡ്ക സമ്പത്തിയും അഷ്ടാംഗയോഗ സിദ്ധിയും അതിലും ദുർലഭമാണ്. ശ്രേഷ്ഠനായ ഗുരുവിനെ ലഭിക്കലും വളരെ ദുർലഭമായി കിട്ടുന്നതാണ്. അങ്ങനെയൊന്നും കിട്ടൂല ഒരു നല്ല ഗുരുവിനെ.
ഇന്ദ്രിയ സാമർഥ്യവും കർമ്മവും കൊണ്ട് സംസ്കാരം സിദ്ധിച്ച ദേഹവും അനേക ജന്മ സുഹൃത്തും കൊണ്ടേ ലഭ്യമാകും. മോക്ഷേച്ഛയും അതുപോലെ തന്നെ. ഇതൊക്കെ ഉണ്ടെങ്കിലും ജ്ഞാനം ഉദിക്കാത്തവന്റെ ജന്മം നിരർത്ഥകമാണ്. യഥാശക്തി ജ്ഞാനം നേടാൻ ശ്രമിച്ചാൽ ഓരോ കാൽവെപ്പിലും അശ്വമേധയാഗം ചെയ്ത ഫലം സിദ്ധിക്കും. പാലിൽ വെണ്ണ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ എല്ലാറ്റിനും ജ്ഞാനം ഒളിഞ്ഞു കിടക്കുന്നു. അതിനെ നമ്മൾ ഹൃദയമാകുന്ന കടകോൽ കൊണ്ട് കടഞ്ഞെടുക്കണം. വേദം ഉദ്ഘോഷിക്കുന്ന ജ്ഞാനത്തെക്കാൾ കൃതാർത്ഥനാകാം. അങ്ങ് ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരം തന്നു കഴിഞ്ഞില്ലേ എന്ന് പറയുകയാണ്. ഇനി എന്താ പറയണേ? ഇനി നമുക്കിപ്പോ എന്താ കേൾക്കണ്ടേ? ദേവിയുടെ ഉത്സവങ്ങളും വ്രതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹിമവാൻ ചോദിക്കുന്നു, അവിടുത്തെ ദേവീ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അമ്മേ? മഹാമായേ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്രതങ്ങള് ഉത്സവങ്ങളും ഏതൊക്കെയാണ്? എല്ലാം പറഞ്ഞു തന്നാലും ദേവി ജഗദംബികെ എന്ന് പറഞ്ഞു. അപ്പൊ ദേവി പറയുകയാണ് കേട്ടോ, ഞാൻ എല്ലാ കാലത്തും എല്ലായിടത്തും സച്ചിദാനന്ദ സ്വരൂപിണിയായി വർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും ഉത്സവവും വ്രതവും കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാം. അതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നും വേണ്ട. എങ്കിലും പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. മഹാലക്ഷ്മി വാഴുന്ന കോലാപുരം, കോലാപുരേശി എന്നല്ലേ മഹാലക്ഷ്മിനെ പറയുന്നത്. രേണുകയായി മാതൃപുരത്തിൽ പിങ്കളയായി വാഴുന്ന തുലജാപുരം, ജ്വാലാമുഖി വാഴുന്ന സപ്തശൃംഗം, ശാകംഭരി ദേവി വാഴുന്ന ഭ്രാമരീപുരം, ശ്രീ രക്തദന്തിക വാഴുന്ന ദുർഗാസ്ഥാനം വളരെ ശ്രേഷ്ഠങ്ങളാണ് കേട്ടോ. വിന്ധ്യാദ്രി നിവാസിനി വാഴുന്ന സ്ഥാനം, അന്നപൂർണ സ്ഥാനമായ കാഞ്ചീപുരം, ശ്രീ ചന്ദ്രല മഹാസ്ഥാനം, കൗശികി, ഭീമാദേവി, വിമല എന്നീ സ്ഥാനങ്ങളും ഉത്തമങ്ങളാണ്. നീലാദ്രിയുടെ സംഘത്തിൽ നീലാംബ സ്ഥാനം, ജാമ്പൂനദേശ്വരി വാഴുന്ന ശ്രീനഗരം, നേപ്പാളിൽ വാഴുന്ന മഹാകാളി, ചിദംബരത്തിൽ മീനാക്ഷി വാഴുന്ന സ്ഥാനവും ഉത്തമ സ്ഥാനങ്ങൾ തന്നെയാണ്. സുന്ദരീ ദേവിയുടെ പുരമായ വേദാരണ്യം, പരാശക്തി, ഏകാംബരം, യോഗേശ്വരി വാഴുന്ന മദാലസ മഹാസ്ഥാനം. പിന്നെന്താ, ചീനദേശത്തിലെ നീല സരസ്വതി സ്ഥാനം, വൈദ്യനാഥത്തിൽ ബഗളാസ്ഥാനം, ശ്രീ ലോകനാഥയായ എന്റെ സ്ഥാനമായ മണിദ്വീപം, കാമരുദേശത്തിൽ ത്രിപുര ഭൈരവിയുടെ യോനി മണ്ഡലം. ഇവയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ്. കാമരുദേശത്തിലെ ഈ ക്ഷേത്രത്തിൽ ദേവി പ്രതിമാസം രജസ്വലയാവുമത്രേ. ഇവിടെയൊക്കെ ദേവി പർവ്വതാകാരിയായി പർവ്വതങ്ങളിലാണ് വസിക്കുന്നത്. ദേവിനെ മഹാവിഷ്ണു കഷ്ണാക്കി ഇട്ടപ്പോ ദേവിയുടെ യോനി ഭാഗം വീണത് ഇവിടെയാണെന്ന് പറയുന്നു. പുഷ്കരം എന്ന സ്ഥലത്ത് ഗായത്രി ദേവിയായും, അമരേശത്തിൽ ചണ്ഡികയായും, പ്രഭാസത്തിൽ പുഷ്കരാക്ഷിയായും, നൈമിഷത്തിൽ ലിംഗധാരിണിയായും, ആഷാഢിയിൽ രതിയായും, പുഷ്കരാക്ഷത്തിൽ പുരുഹൂതയായും, ചണ്ഡമുണ്ടി മഹാസ്ഥാനത്തിൽ ദണ്ഡിനീ ദേവിയായും, ഭാരഭൂതിയിൽ ഭൂതിയായും, ഹരിശ്ചന്ദ്രത്തിൽ ചന്ദ്രികയായും, പിന്നെന്താ ശ്രീശൈലത്തിൽ ശങ്കരപ്രിയയായും, ജപേശ്വരത്തിൽ തൃശൂലയായും, പിന്നെ നാകുലത്തിൽ നകുലേശ്വരിയായും, ആമ്രാതകേശ്വരത്തിൽ സൂക്ഷ്മയായും, മഹാകാളത്തിൽ ഞാൻ ശാങ്കരിയായും, മധ്യമേശ്വരത്ത് സർവപത്നിയായും, അതുപോലെ തന്നെ ഗയയില് മംഗളാദേവിയായും, ഭൈരവത്തിൽ ഭൈരവിയായും, കേദാരത്തിൽ മാർഗദായിനി ദേവിയായും, കുരുക്ഷേത്രത്തിൽ സ്ഥാണുപ്രിയയായും, നാഗലത്തിൽ സ്വയംഭുവികയായും, കനകലത്തിൽ ഉഗ്രയായും, വിമലേശ്വരത്തിൽ വിശ്വേശയായും, അട്ടഹാസത്തിൽ മഹാനന്ദയായും, അതുപോലെ മഹേന്ദ്രത്തിലാണെങ്കിലോ മഹാന്തകയായും, ഭീമത്തിലാണെങ്കിൽ ഭീമേശ്വരിയായും, വസ്ത്രാപഥത്തിൽ ഭവാനിയായും, അർദ്ധകോടിയിൽ രുദ്രാണിയായും വാഴുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. അവിമുക്തത്തിൽ വിശാലാക്ഷിയായിട്ടാണ് കേട്ടോ. മഹാലയത്തിൽ മഹാഭാഗിയായിട്ടാണ്. ഗോകർണത്തിലോ ഭദ്രകർണിയായിട്ടും, ഭദ്രകർണത്തിൽ ഭദ്രയായും, സുവർണാക്ഷത്തിൽ ഉൽപ്പലാക്ഷിയായും, അതുപോലെ സ്ഥാണുവിൽ സ്ഥാണുനാഥയായും, കമലത്തിൽ കമലാദേവിയായും, ശകലണ്ഡത്തിൽ പ്രചണ്ഡയായും ഞാൻ വസിക്കുന്നു. പുരണ്ടലത്തിൽ ത്രിസന്ധ്യയായും,
മാകോടത്തിൽ മൂടേശ്വരിയായും അതുപോലെ തന്നെ മണ്ഡലേശത്തിൽ ശാന്തകിയായും കാളഞ്ചരത്തിൽ കാളിയായും ശംഖുകർണിയിൽ ധ്വനിയായും സ്ഥൂലകേശ്വരത്തിൽ സ്ഥൂലയായും ഹൃല്ലേഖയായി ജ്ഞാനികളുടെ ചിത്തത്തിലും ദേവി വാഴുന്നു എന്ന് മനസ്സിലാക്കുക. ദേവിയുടെ പ്രിയപ്പെട്ടതും പ്രധാനമായതും സ്ഥാനങ്ങളെല്ലാം ഞാൻ പറഞ്ഞതല്ലേ. ഇന്ന് ക്ഷേത്രമാഹാത്മ്യം ഓരോന്നായി കേട്ട് ദേവിയെ അതാത് തരത്തിൽ പൂജിക്കണം. അനവധി ക്ഷേത്രങ്ങൾ കാശി നഗരത്തിൽ തന്നെ ഉണ്ട്. അവിടെ താമസിച്ച് ദേവി ഭക്തിയോടുകൂടി ഓരോ സ്ഥാനത്തും ചെന്ന് കണ്ടും ജപിച്ചും ദിവസങ്ങൾ കഴിക്കണം. ഉഷസ്സിൽ എഴുന്നേറ്റ് ദേവി പാദാബ്ജം ധ്യാനിച്ചും ദേവീ നാമങ്ങൾ ജപിച്ചും കഴിയുന്നൊരുവന്റെ പാപങ്ങളൊക്കെ ചാമ്പലായി പോകും, വെണ്ണീര് പോലായി പോകും. ശ്രാദ്ധ ദിവസങ്ങളിൽ ഈ പുണ്യനാമാവലി ജപിച്ചാൽ പിതൃക്കൾ മുക്തി പ്രാപിക്കും. ഇനി വ്രതങ്ങളെ പറ്റി പറഞ്ഞു തരാട്ടോ. സ്ത്രീകളും പുരുഷന്മാരും നോറ്റിടേണ്ട വ്രതങ്ങളാണത്. രസകല്യാണിനീ വ്രതം, ആർദ്രാദേവിക്ക് ഇഷ്ടമായ തൃതീയാവ്രതം, വെള്ളിയാഴ്ച വ്രതം, കൃഷ്ണ ചതുർദശി വ്രതം, ചൊവ്വാഴ്ച വ്രതം, പ്രദോഷവ്രതം തുടങ്ങിയതൊക്കെ വിശേഷപ്പെട്ടതാണ് എന്ന് പറയണം. പ്രദോഷത്തിൽ സന്ധ്യാസമയത്ത് ശങ്കര ഭഗവാൻ പീഠം വെച്ച് ദേവിയെ അതിലിരുത്തി ദേവീ സന്നിധിയിൽ ശങ്കരൻ ദേവന്മാരോടുകൂടി താണ്ഡവനൃത്തം ചെയ്യുവത്രേ. ആ ദിവസം വ്രതമെടുത്ത് സന്ധ്യക്ക് ദേവിയെ പ്രതിപാദത്തിൽ പൂജിച്ചാൽ ദേവി പ്രസാദിക്കും. തിങ്കളാഴ്ച വ്രതവും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അന്ന് ദേവീ പൂജ ചെയ്ത് രാത്രി മാത്രം ഭുജിക്കണം. നവരാത്രി വ്രതം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിത്യനൈമിത്തിക വ്രതങ്ങൾ ഇനിയും ഏറെയുണ്ട്. നവരാത്രി വ്രതം ശരത്കാലത്തും വസന്തത്തിലുമാണ് നടക്കുന്നത്. ഇത് മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. മനസ്സിൽ മാത്സര്യം തുടങ്ങിയ വിചാരങ്ങൾ ഒന്നുമില്ലാതെ ചെയ്യേണ്ടതാണത്. അങ്ങനെ ചെയ്യുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും അവൻ സായുജ്യമടയുകയും ചെയ്യും. ചൈത്രമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന തൃതീയ തിഥിയിൽ ദേവിയെ ശങ്കരനോടുകൂടി പൂജിക്കണം. അർദ്ധാംഗിനി, ശങ്കരന്റെ അർദ്ധാംഗിനിയാണല്ലോ ദേവി. അങ്ങനെ പൂജിക്കണം. ഏറ്റവും പ്രിയപ്പെട്ട ഡോളോത്സവങ്ങളെ പറ്റി പറയാം. ശയനോത്സവം, ജാഗരണോത്സവം, ദമനോത്സവം, രഥോത്സവം. ശയനോത്സവം ആഷാഢ പൗർണമിയിലാണ് കേട്ടോ നടത്തേണ്ടത്. ജാഗരണോത്സവാണെങ്കിലോ കാർത്തിക പൗർണമിയിലും, ദമനോത്സവാണെങ്കിൽ ചൈത്ര പൗർണമിയിലുമാണ് നടത്തേണ്ടത്. രഥോത്സവം ആഷാഢത്തിലെ ശുക്ല തൃതീയയിലും പവിത്രോത്സവം ശ്രാവണ പൗർണമിയിലും നടത്തണം. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങൾ. സുവാസിനികളെയും കന്യകമാരെയും വടുക്കളെയും പുഷ്പം തുടങ്ങിയ ദ്രവ്യങ്ങളോടുകൂടി പൂജിച്ചൊട്ടും പിശുക്ക് കൂടാതെ കൂട്ടണം. പ്രതിവർഷം എന്നെ ഇപ്രകാരം പൂജ ചെയ്താൽ അവൻ ധന്യനാകും. മാത്രമല്ല എന്റെ പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ഭക്തി ഇല്ലാത്തവനും ശിഷ്യനല്ലാത്തവനും ഈ ഉപദേശങ്ങൾ നൽകരുത്. ആ ഭക്തി വേണം. ഏത് കാര്യത്തിനാണെങ്കിലും ഭക്തി മുൻപിൽ നിന്നാലേ കാര്യമുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ദേവി സ്ഥാന വ്രത കഥനം എന്ന ആ ഒരു ഭാഗം 38-ാം അധ്യായം നമ്മൾ ദേവീ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ അമ്മയുടെയും പൊന്നുണ്ണി കണ്ണന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി നാളെ പറയാം.